ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. ചേട്ടനാണ് കേട്ടോ എല്ലാം കുക്ക് ചെയ്യണത്. ആളിന്ന് ഉച്ചയ്ക്കാകുമ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് വെക്കാൻ പോകുന്നത് ചിക്കൻ്റെ പാർട്സ് മേടിച്ചിട്ട് കറി വെക്കാനാണ് കേട്ടോ ആൾ ഒരുങ്ങണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തക്കാളി, സബോള, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പം ഞാൻ വരുമ്പോഴേക്കും ആളെ എന്താ പറയുക എല്ലാം സെറ്റാക്കി വെക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആൾ ഉച്ചയ്ക്ക് പോയി ചിക്കൻ പാർട്സ് പോയി മേടിക്കാൻ നിന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മണി 5:30 കൂടിയിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയും പോയപ്പോൾ 6 മണിയാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച്, പച്ചമുളകും പിന്നെ തക്കാളി, മല്ലിയിലും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് എപ്പോഴും രാത്രി ചപ്പാത്തി തന്നെയാവും കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. സത്യം പറഞ്ഞ് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ആൾ ചപ്പാത്തി കുഴക്കണത് ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. നമ്മളൊന്നും ഇങ്ങനെയല്ല, നമ്മളൊക്കെ ഒറ്റൊരു ഉരുളയാക്കിയിട്ടാണ് പിന്നെ അതിൽ നിന്ന് നമ്മൾ കുഞ്ഞു ബോൾസ് എടുക്കുക. ആളിങ്ങനെ കുറച്ച് നനച്ച് വെച്ചിട്ട് അതിൽ നിന്ന് കുഞ്ഞു ബോൾസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. പക്ഷെ ചപ്പാത്തി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അന്നത്തെ നൈറ്റ്. ഇത് സത്യം പറഞ്ഞാൽ മുന്നെടുത്ത വീഡിയോയാണ് കേട്ടോ. എന്നിട്ട് അത് പരത്തി ചുടല്. ഞാൻ വരുമ്പോഴേക്കും ചപ്പാത്തിയൊക്കെ എല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്, ഈ സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം എന്നെ ഓൾറെഡി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് എൻ്റെ അടുത്ത് പറയണത് ഞാൻ ഇങ്ങനെ പാർട്സ് മേടിക്കാൻ പോവുകയാണ് എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഒരു ചപ്പാത്തിക്ക് സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കണ്ടേ. അപ്പം എൻ്റെ അടുത്ത് ഒന്നും മിണ്ടണില്ല കേട്ടോ. വന്ന് നോക്കിയപ്പോഴാണ് കണ്ടതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ വാങ്ങി വന്നു. അപ്പോൾ ഞാൻ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഉപ്പ്, ഒരു ലേശം മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് പരട്ടി വറുക്കാണ് ആദ്യം ചെയ്യണത്. വേറെ ഒന്നല്ല, നമ്മൾ കുക്കറിലൊക്കെ വേവിക്കുക. അപ്പോൾ ഇത്തിരി കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ വറുത്താകുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത്തിരി വെന്തും കിട്ടും നന്നായിട്ട്. അപ്പോൾ നന്നായി മുരിയിച്ച് അങ്ങോട്ട് വറുക്കണില്ല, ഒരു മീഡിയത്തിൽ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് കറി വെക്കില്ല, അതുപോലെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 3 ട്രിപ്പായിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്തത്. സംഭവം വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ ചീൻചട്ടിയുടെ അവസ്ഥ ഇതായിരുന്നു. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീൻചട്ടി മാറ്റണോ അത് ഇതിൽ തന്നെ വഴറ്റിയാൽ മതിയെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്തിന് പിന്നെ വേറെ പാത്രം കഴുകണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ തന്നെ ആക്കിയാൽ മതിയെന്ന്. പക്ഷെ അതൊരു വലിയ പൊട്ടത്തരായിന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞ സബോള ഇട്ടു, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടു കേട്ടോ സബോള വേവാനായിട്ട്. പിന്നെ ഇളക്കി വന്നപ്പോഴാണ് നന്നായിട്ട് അടി പിടിച്ചു തുടങ്ങി. സബോളയൊക്കെ ഇത്തിരി കരിയാനുള്ള ചാൻസും കൂടി തുടങ്ങി. കറി വെച്ച് തീരുന്നത് വരെ പിന്നെ എനിക്കൊരു സ്വൈര്യം തന്നിട്ടില്ല കേട്ടോ. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നോട് ചോദിച്ചതായിരുന്നു ഏറ്റവും വലിയ പൊട്ടത്തരായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു ലേശം പെരിഞ്ചീരകം, പിന്നെ അതുപോലെ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട വഴണ്ടും തോറും അടിയത്തെ സാധനങ്ങളൊക്കെ ഇത്തിരിയും കൂടി കരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ സബോളയ്ക്ക് അതൊക്കെ ഇങ്ങനെ ഒരു കരിഞ്ഞ സ്മെല്ല് വന്നു തുടങ്ങും. പിന്നെ തക്കാളിയും കൂടി ഇടും. അപ്പം നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് കറി ഉണ്ടാക്കിയതിന് ശേഷം ചീൻചട്ടിയിൽ മാറ്റിയിട്ട് നമുക്ക് എന്താ ചെയ്യാം, വേറൊരു പാത്രത്തിൽ ഇട്ടേക്കാം. അപ്പോൾ ഇങ്ങനെ സ്മെല്ല് വരില്ലല്ലോ. കണ്ട ഇത്തിരിയും കൂടെ സബോളയൊക്കെ നന്നായി മുരിഞ്ഞു തുടങ്ങിപ്പിക്കുന്നത് നമ്മുടെ ചീൻചട്ടിയുടെ അവസ്ഥ ഇതായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കരിഞ്ഞ്, പക്ഷെ ഓൾറെഡി നമ്മൾ വറുത്തത് കൊണ്ട് കരിഞ്ഞതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ നമ്മൾ മസാലപ്പൊടി, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നോർമൽ ചിക്കനിലേക്ക് വേണ്ടതുപോലെ തന്നെ. പിന്നെ നമ്മൾ ഗരം മസാല കുറച്ചും, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, അത് നമ്മൾ ലാസ്റ്റായിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മസാലയൊക്കെ ഇട്ടിട്ട്. കണ്ട ഇത്തിരിയും കൂടെ പക്ഷെ കറിക്ക് നമ്മൾ തീരെ അങ്ങനെ കരിഞ്ഞ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്യും. പിന്നെ ആ മസാലയൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വരും. ഇനി നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ പാർട്സില്ലേ അതൊക്കെ അയക്കിയിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി ഇട്ട് അരിയാം. നമുക്ക് ഇതിലേക്ക് കുറേ ചിക്കൻ പീസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നോക്കുക, ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇത്തിരി ഗാർണിഷിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് മല്ലിയില അരിയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചെറുതായി ഇത്തിരി കൂടി ചെറുതായി അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മല്ലിയില, പിന്നെ വേണമെങ്കിൽ പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. മല്ലിയില ഇടുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ ഏകദേശം പണി കഴിയാറായിട്ടുണ്ട്. ഒന്ന് ഗാർണിഷിനായിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാട്ടോ. ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ സബോള വഴറ്റുന്ന സമയത്ത് ഒരു തെരി ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കി മിക്സ് ആക്കുക കേട്ടോ.
പിന്നെ എന്താ പറയുക, ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കുക കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കി, വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി കറി തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.